നമ്മളിന്ന് കിച്ചൺ സിങ്ക് ഡ്രാമയാണ് പറയാൻ പോകുന്നത്. കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന് പറയുന്നത് 1950-60s കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് തിയേറ്ററിൽ വന്ന ഒരു പുതിയ ജോണറായിരുന്നു ഈ കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന് പറയുന്നത്. ഇപ്പോൾ കിച്ചൺ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതൊരു സൊസൈറ്റി, ഇല്ലെങ്കിൽ എന്താണ് ഒരു വീടിനെ കുറിച്ചാണ് പറയുന്നത്, ഇല്ലെങ്കിൽ റിയൽ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വീടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു ഡ്രാമയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ 1950-60s എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസ്റ്റ് വാർ പീരീഡാണ് അല്ലേ. ലോകത്ത് രണ്ടാം മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ തന്നെ പൊറുതിമുട്ടി ജീവിക്കാൻ വകയില്ലാതെയുള്ള ഒരു സമയത്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രാമ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന വർക്കിംഗ് ക്ലാസ് ലൈഫും അതുപോലെ തന്നെ കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസുമാണ്. അതായത് ആളുകളുടെ സാധാരണക്കാരൻ്റെ ജീവിതം, അവരുടെ അടുക്കളകളിൽ എന്താണ് സംസാരിക്കുന്നത്, അവരുടെ അടുക്കളകളിൽ എന്താണ് കുക്ക് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് ഡ്രാമയിൽ കാണാൻ പറ്റും. അതുവഴി സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളാണ്. അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ സമൂഹത്തിൽ അന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന പേര് വരാനും എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജോൺ റാൻഡൽ ബ്രാഡ്ബൈ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹം ഈ ഡൊമസ്റ്റിക് ലൈഫ് വരച്ച സീനുകളിലാണ്. അപ്പോൾ അദ്ദേഹം കിച്ചൺ സിങ്ക് സ്കൂളിൻ്റെ പാർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ ഇവിടെ കാണിച്ചു തരാൻ നോക്കൂ. ഒരു കിച്ചൺ സിങ്ക്, അതിൻ്റെ സൈഡായിട്ട് ഒരു ഗ്രീൻ കളർ സോപ്പ് ഉള്ളതാണ്. രണ്ടാമത്തതിൽ ഒരു മദർ ആൻഡ് ചൈൽഡ് സ്റ്റോക്കിംഗ് ഇൻ കിച്ചൺ അല്ലെ, കിച്ചണിലിരുന്ന് അവർ സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചൺ ആണ് അതിലെ പ്രധാന സ്ഥലം. അവിടെ റിയൽ ലൈഫ്, റിയൽ പീപ്പിൾ അവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റിഫ്ലക്റ്റഡ് എവറി ഡേ ഡൊമസ്റ്റിക് സറൗണ്ടിങ്സ്. നമ്മുടെ നിത്യവും കാണുന്ന വീടുകളിലെ കാര്യങ്ങളാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇത് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? അത് കിച്ചൺ സിങ്ക് ഡ്രാമ ആയപ്പോൾ വന്ന മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോൺ ഓസ്ബോണിൻ്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന 1956 ഇറങ്ങിയ ഒരു ഡ്രാമ. ഇത് നല്ലൊരു എക്സാമ്പിളാണ്, ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. അതായത് അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതെന്താ കാണിക്കുന്നത്? ഹിസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ സൊസൈറ്റി. സമൂഹത്തിൽ അദ്ദേഹത്തിന് തൻ്റെ സമൂഹത്തോട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, താൻ കാണുന്നതിലൊക്കെ ദേഷ്യം വരികയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആകുമ്പോൾ മനസ്സിലാവുക? അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലെ റീസൺസ് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ദിസ് കൈൻഡ് ഓഫ് എ ഡ്രാമ യൂസ് ദ വർക്കിംഗ് ക്ലാസ് സെറ്റിംഗ് വിത്ത് ദ വർക്കിംഗ് ക്ലാസ് ക്യാരക്ടേഴ്സ്. ഇതിലെന്താ ഉള്ളത്? വർക്കിംഗ് ക്ലാസ് സെറ്റിംഗ് ആണ്. അതായത് വർക്കിംഗ് ക്ലാസ് അന്നത്തെ നിന്നിരുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് അവതരിപ്പിച്ചിരുന്നത്. ഇറ്റ് വാസ് യൂഷ്വലി സെറ്റ് ഇൻ എ ബെഡ് സിറ്റ് ഓർ ഫ്ലാറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ഡൊമസ്റ്റിക് ഇഷ്യൂസ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഈ ഡ്രാമയുടെ സെറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഒരു റൂമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിരിക്കാം, ഒരു ബെഡ് സൈഡ് ടോക്ക് ആയിരിക്കാം. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് ഡ്രാമയിൽ കാണാൻ വേണ്ടി സാധിക്കുക. കിച്ചൺ സിങ്ക് ഡ്രാമാറ്റിസ്റ്റ് ട്രൈ ടു ഡ്രോ എ പിക്ചർ ഓഫ് വർക്കിംഗ് ക്ലാസ് ലൈഫ്. വർക്കിംഗ് ക്ലാസ് ലൈഫ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കിച്ചൺ സിങ്ക് ഡ്രാമാറ്റിസ്റ്റുകൾ ശ്രമിച്ചിരുന്നത്. അർണോൾഡ് വെസ്കർ എക്സ്പ്രസ്ഡ് ഹിസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എ സൊസൈറ്റി ടേക്കിംഗ് എ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ. ദിസ് ഏൺഡ് ഹിം ബീങ് കോൾഡ് ആംഗ്രി യങ് മെൻ. ആംഗ്രി യങ് മെൻ എന്ന് പറയുന്നത് ഒരു അന്നത്തെ സമയത്ത് ആ ഒരു കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സോഷ്യൽ കണ്ടീഷൻസിന് എതിരെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന, അതായത് അന്ന് നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ആംഗ്രിയോടെ, ദേശത്തോടെ അതിനൊരു ഒപ്പോസിഷൻ എന്നുള്ള നിലയിൽ നിന്നിരുന്ന ആൾക്കാരാണ് ആംഗ്രി യങ് മെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർണോൾഡ് വെസ്കർ എന്ന് പറയുന്ന അതിൽ പെടുന്ന ഒരാളാണ്. നമ്മുടെ കിച്ചൺ സിങ്ക് ഡ്രാമയൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഓപ്പൺ ആയിട്ട് പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആംഗ്രി യങ് മെൻ എന്നുള്ള ഒരു ടൈറ്റിലും കൂടി ലഭിക്കുകയുണ്ടായി. Just like John Osborne, Wesker took a realistic approach in his plays. അപ്പോൾ ജോൺ ഓസ്ബോൺ എന്ന് പറയുന്നത് എന്താണ്? കിച്ചൺ സിങ്ക് ഡ്രാമയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന 1956 ഡ്രാമ അതിൽ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം സമൂഹത്തിലെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കിച്ചൺ സിങ്ക് ഡ്രാമ എത്ര മനോഹരമായി ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന വേറൊരു ഡ്രാമയായിരുന്നു തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. മാത്രമല്ല ഒരു റിയലിസ്റ്റിക് സെറ്റിംഗ് ആണ്, റിയലിസ്റ്റിക് ഡയലോഗ്സ് ആണ്, റൗണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, സാമുവൽ ബെക്കറ്റാണ് ആ സമയത്തുള്ള തിയേറ്റർ ഓഫ് അബ്സേർഡിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതിനേക്കാളും
റിയലിസ്റ്റിക് ആയിട്ടാണ് കിച്ചൺ സിങ്ക് ഡ്രാമ കാണുന്നത്. അതിനെന്താണ്, ദ എവറി ഡേ ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ഹു സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ഡീഗ്രഡേഷൻ ഓഫ് പവർലെസ്നെസ്, ദ ലോസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർ ഡെഡനിങ് ഇൻഫ്ലുവൻസ് ഓഫ് ദി സബർബിയ. എന്താണ്, നമ്മുടെ സമൂഹത്തിലെ ആ ഒരു പവർലെസ്നെസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ ലോസ് ഓഫ് കമ്മ്യൂണിറ്റി, ആളുകൾക്ക് പരസ്പരം എന്താണ് ഭയത്തോടെ കഴിയേണ്ട ഒരു സാഹചര്യം. ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു കിച്ചൺ സിങ്ക് ഡ്രാമയിൽ ആളുകൾ എങ്ങനെയാണ് അവരുടെ എവറിഡേ ലൈഫ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ജോൺ ഓസ്ബേൺ, അർണോൾഡ് വെസ്കർ, ഷെർല ഡെലനി, ജോൺ ആർഡൻ, ഇവരൊക്കെ തന്നെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇവരെയാണ് കിച്ചൺ സിങ്ക് ഡ്രമാറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അർണോൾഡ് വെസ്കർ അദ്ദേഹം പറഞ്ഞത് കിച്ചൺ സിങ്ക് ഡ്രാമ ഇസ് എ ലേസി ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ദാറ്റ് ഡിഡൻറ്റ് എക്സിസ്റ്റ് എന്നാണ് അദ്ദേഹം കിച്ചൺ സിങ്ക് ഡ്രാമയെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് അഡ്വാൻസസ് എ സോഷ്യൽ മെസ്സേജ് ഒരു ഐഡിയോളജി വിച്ച് ഓഫൺ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ആയിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ ഐഡിയോളജിയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. എപ്പോഴും മിഡിൽ ക്ലാസ് ആയിരിക്കും സെറ്റിങ്സ്, അതുപോലെ സോഷ്യൽ ഇൻഇക്വാലിറ്റി ഓഫ് വർക്കിംഗ് ക്ലാസ് ആയിരിക്കും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ടാവുക. ക്യാരക്ടേഴ്സിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ സിസ്റ്റം, അന്നത്തെ ഗവൺമെൻറ്റിനോടുള്ള അവരുടെ അതൃപ്തിയാണ് കാണാൻ വേണ്ടി സാധിക്കുക. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഫോർമലൊന്നുമല്ല, കൊളോക്കിയൽ സ്ലാങ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് നോർമലി നമ്മൾ സംസാരിക്കുന്ന പോലെ, നമ്മൾ വീട്ടിലാരും നല്ല അച്ചടി മലയാളം ആരും സംസാരിക്കാറില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഭാഷയായിരിക്കും അതിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം അന്നത്തെ അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക്, സോഷ്യൽ ഇൻജസ്റ്റിസ് എല്ലാം തന്നെ നമുക്ക് ഈ ഡ്രാമകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.